All are welcome for Father Matthew Nadakal, KCBC Award Distribution. Now, we begin our program with a prayer song, prayer dance by Good Shepherd Church, the students of Good Shepherd Church. Thank you, dear students. I would like to welcome Father Tony Korimanil, the Prefect of Studies of POC, for the welcome speech. പ്രിയമുള്ളവരെ, ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണിന്ന്. KCBC ഫാദർ മാത്യു നടക്കൽ കാറ്റഗിസം അവാർഡ് ഡിസ്ട്രിബ്യൂഷനും
വിജയപുരം രൂപതയുടെ മതബോധന സംഗമവും ദിനവും ഒന്നിച്ച് സമ്മേളിക്കുന്ന ഒരു ദിവസമാണ്. കുറേ നാളുകളായി നാം കാത്തിരുന്ന വലിയൊരു സുദിനത്തിന് നന്ദി കുറിക്കുന്ന സമയമാണ്. തീർച്ചയായിട്ടും KCBCയെ സംബന്ധിച്ചും പ്രത്യേകിച്ചും ഇന്ന് വിജയപുരം രൂപതയെ സംബന്ധിച്ചും ഏറെ അഭിമാന മുഹൂർത്തമാണ്. നമ്മുടെ വിശ്വാസ പരിശീലന രംഗം നമ്മുടെ സഭയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിവുള്ളതുപോലെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ നമ്മുടെ കുടുംബങ്ങളെയും വ്യക്തികളെയും കുഞ്ഞുമക്കളെയും ഉറപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനവുമായ ദൗത്യം. ആ ഒരു ദൗത്യം പേറിക്കൊണ്ട് ആണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഏതാണ്ട് 300ഓളം വരുന്ന അധ്യാപകർ, പ്രത്യേകിച്ച് ഇന്ന് വിജയപുരം രൂപതയിലെ സംഗമം നടക്കുന്ന ഈ അവസരം ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഈ ഒരു ശുശ്രൂഷ ഏറ്റെടുത്ത് കാലാകാലങ്ങളിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ആത്മീയ ചൈതന്യം പകർന്നു കൊടുക്കുന്ന വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സമ്മേളനം വളരെ പരിമിതമായ സമയത്ത് ഇതിൻ്റെ ഇടയ്ക്ക് ക്രമീകരിച്ചിരിക്കുന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് വിജയപുരം രൂപതയിൽ വെച്ച് ഈ പരിപാടി നടത്തണം എന്ന് മനസ്സിൽ ആഗ്രഹിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം വിളിച്ചത് രൂപതാധ്യക്ഷൻ സെബാസ്റ്റ്യൻ തെക്കശ്ശേരിൽ പിതാവിനെയാണ്. നമുക്കറിയാം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ രൂപതയെ ഏറ്റവും ശക്തമായിട്ട് വിശ്വാസ പരിശീലനത്തിന് മുൻതൂക്കം കൊടുത്ത് ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്ന, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിലെ രൂപതകളിൽ തന്നെ ഏറ്റവും ഭംഗിയായിട്ട് വിശ്വാസ പരിശീലനം നടക്കുന്ന ഒരു രൂപതയാണ് വിജയപുരം രൂപത. കൈയടിക്കുന്നുണ്ട്, കുഴപ്പമില്ല. കഴിഞ്ഞ നാളുകളിൽ ഞാനിവിടുത്തെ ഡയറക്ടർ അച്ഛനുമായിട്ടൊക്കെ സംവേദിക്കുമ്പോൾ എനിക്കത് മനസ്സിലായിട്ടുണ്ട്. വളരെ കൃത്യതയും വ്യക്തതയുമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നിലയിൽ എല്ലാ അധ്യാപകരെയും കോർത്തിണക്കി ഏതാണ്ട് മൂന്നാർ മുതൽ പ്രദേശമെല്ലാം വിസ്തൃതമായ സ്ഥലത്ത് ഈ ഒരു സഭയെ നയിക്കുന്ന ആചാര്യശ്രേഷ്ഠൻ റവറൻഡ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കശ്ശേരിൽ പിതാവിനെ ഈ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് ഇതിൻ്റെ അവാർഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനായി പിതാവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്കേറെ അനുഗ്രഹപ്രദമായൊരു വ്യക്തിത്വം മാർ ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ പിതാവാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇബിയമലഗിരി കത്തീഡ്രൽ അങ്കണത്തിൽ വലിയ ഒരു ജനാവലിയുടെ സാന്നിധ്യത്തിൽ തൻ്റെ ആചാര്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന മെത്രാഭിഷേക ശുശ്രൂഷയ്ക്ക് നാം ഒക്കെ സാക്ഷ്യം വഹിച്ചവരാണ്. പിതാവിൻ്റെ ഇടവകയിൽ സന്ദർശിക്കുവാൻ ഞങ്ങൾക്ക് POC കുടുംബാംഗങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. പാമ്പനാർ എന്ന് പറയുന്ന വലിയ ഇടവകയിൽ മിഷൻ പ്രവർത്തനം നടത്തുവാൻ വിറ്റ്നസസ് ഓഫ് മേഴ്സിയുടെ ഒരു സംഘം ആളുകൾ അവിടെ എത്തിയപ്പോൾ അന്ന് വൈദികനായിരുന്ന മോൺസിംഗറായിരുന്ന അഭിനന്ദ പിതാവ് ഇടവയിൽ വരുമ്പോൾ പരിചയപ്പെടാനിടയായി. ലാളിത്യം കൊണ്ടും ശക്തമായ നേതൃത്വം കൊണ്ടും രൂപതയുടെ അജപാലന ശുശ്രൂഷകളിൽ കഴിഞ്ഞ നാളുകളിൽ നേതൃത്വം കൊടുക്കുന്ന വ്യക്തിത്വത്തെ തന്നെ പിതാക്കന്മാർ പിതാവിൽ ഉണ്ട വിശ്വാസത്തെ തിരിച്ചറിയുകയും ഇന്ന് രൂപതയുടെ നേതൃസ്ഥാനത്തേക്ക് പിതാവിനെ ശുശ്രൂഷാ നേതൃത്വത്തിലേക്ക് ആനയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ ഈ കൂടിവരവിന് അനുഗ്രഹ സന്ദേശം നൽകുന്നതിനായി വന്നിയ ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ പിതാവിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലും POCയുടെ ഡയറക്ടറുമായിരിക്കുന്ന പ്രിയപ്പെട്ട ജേക്കബ് ജി പലക്കപ്പള്ളി അച്ഛനാണ്. കേരളത്തിലെ ഏതാണ്ട് 32 രൂപതകളിലെ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നതും KCBCയുടെ പ്രത്യേകിച്ച് ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരുന്നുകൊണ്ട് വക്താവായി നമ്മുടെ ഈ പൊതുകാര്യങ്ങൾ സമൂഹത്തിൽ അവതരിപ്പിക്കുവാനും കത്തോലിക്ക സഭയുടെ ചിന്തയും പ്രവർത്തനവുമൊക്കെ പൊതു സമൂഹത്തിൽ അറിയിക്കുവാനും അവിടെയുള്ള വിശാലമായ POCക്ക് നേതൃത്വം കൊടുക്കുവാനും പ്രത്യേകിച്ചും ഈ നടക്കൽ അവാർഡിന് വേണ്ടി പ്രത്യേകമായ താല്പര്യമെടുത്ത് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സെക്രട്ടറി അച്ഛൻ POCയുടെ ഡയറക്ടറായിരിക്കുന്ന ജേക്കബ് ജി പലക്കപ്പള്ളി അച്ഛനാണ്. കൃത്യസമയത്ത് ഇവിടെ എത്തുകയും അച്ഛൻ്റെ സാന്നിധ്യത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച് നമ്മോട് സംസാരിക്കാനായി ജേക്കബ് അച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാവുന്ന പോലെ ഈ രൂപതയെ നയിക്കുന്ന പെരുമാൻ്റെ വർഗീസ് കോട്ടക്കാട്ടച്ചൻ, ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ ധാരാളം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും കഴിഞ്ഞ ഒരു മാസമായി ഞങ്ങൾ നിരന്തരം അച്ഛനോട് സമ്പർക്കം പുലർത്തുമ്പോൾ
വളരെ താല്പര്യത്തോടു കൂടി ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തുന്നതിനുള്ള ക്രമീകരണം, പ്രത്യേകിച്ചും രൂപതയുടെ സംഗമവും എല്ലാം ഒന്നിച്ച് ക്രമീകരിച്ച് നല്ലൊരു പ്രോഗ്രാമാക്കി മാറ്റണമെന്നുള്ള ചിന്തയിൽ അച്ഛൻ വളരെ ഭംഗിയായിട്ടത് ക്രമീകരിച്ചു. അച്ഛന് തീർച്ചയായിട്ടും വളരെ കൃത്യതയും വ്യക്തതയുമുള്ള വ്യക്തിത്വമാണ്. ഏതൊരു കാര്യം പറഞ്ഞാലും വളരെ സിസ്റ്റമാറ്റിക്കായിട്ടത് ക്രമീകരിക്കുന്നതിന് അച്ഛന് പ്രത്യേകമായ താല്പര്യമുണ്ട്. വർഗീസ് കോട്ടക്കാട് അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഇതിൻ്റെ ആമുഖ സന്ദേശം നൽകുന്നതിനായി ക്ഷണിക്കുന്നു. നമ്മുടെ 3 രൂപതകളിലെ കാറ്റഗിസം ഡയറക്ടർ അച്ഛന്മാരാണ് ഈ പ്രോഗ്രാമിൽ ഇന്ന് അവരുടെ സാന്നിധ്യം കൊണ്ട് നമ്മളെ ആശംസ നൽകി പ്രത്യേകമായി അനുഗ്രഹിക്കുന്നത്. വളരെ ദൂരത്തു നിന്നും യാത്ര ചെയ്ത് ഇന്നലെ യാത്ര തിരിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബത്തേരി രൂപതയുടെ കാറ്റഗിസം ഡയറക്ടർ പിന്നീട് തോമസ് ക്രിസ്തു മന്ദിരൻ അച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ചങ്ങനാശ്ശേരി രൂപതയിലെ കാറ്റഗിസം ഡയറക്ടേഴ്സ് ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് പാണമ്പറമ്പിൽ അച്ഛനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കേറെ അഭിമാനവും സന്തോഷവുമുള്ള കാര്യം, ഈ വർഷം ധാരാളം അപേക്ഷകരിൽ നിന്ന് 3 റീത്തിലുള്ള പ്രത്യേകിച്ച് വ്യത്യസ്തമായ കാറ്റഗിസം ടീച്ചേഴ്സിനെ തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യമായിരുന്നു. വളരെയധികം സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ അപേക്ഷകളൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചപ്പോൾ അത് നിരീക്ഷിച്ചതിൽ 3 പേർക്കാണ് വ്യത്യസ്തമായ റീത്തിലുള്ളവർക്ക് ഇപ്രാവശ്യം അവാർഡ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഒന്ന് മിസ്റ്റർ KP ജോൺ, വിജയപുരം ഡയസിസ്. എഴുന്നേറ്റ് നിന്നാൽ എല്ലാവർക്കും കാണാം. പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. 2 മിസ്റ്റർ PC അനിയൻ കുഞ്ഞ്, ചങ്ങനാശ്ശേരി ആർച്ച് ഡയസിസ്. അദ്ദേഹത്തിന് ഇന്ന് പ്രത്യേകമായ ചില ഗവൺമെൻറ് ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് വരാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മകൻ അനീഷ് ഇവിടെയുണ്ട്. എല്ലാവരുടെയും പേരിൽ അനീഷിനെ സ്വാഗതം ചെയ്യുന്നു. 3-മതായി ശ്രീമതി എലിസബത്ത് വർഗീസ്, ബത്തേരി രൂപത. വളരെ ദീർഘദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തി ടീച്ചറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വ്യക്തിത്വം, പ്രത്യേകിച്ച് സ്റ്റേജിൽ നമ്മുടെ മാത്യു നടക്കലച്ചൻ്റെ കുടുംബാംഗം എന്ന നിലയിൽ ജോർജ് നടക്കലച്ചൻ ഇവിടെയുണ്ട്. അച്ഛൻ്റെ പ്രീഷോമിൽ വിശ്രമിക്കുന്ന വ്യക്തിത്വമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ കാറ്റഗിസത്തിൻ്റെ വലിയ ആചാര്യനായിരുന്ന മാത്യു നടക്കലച്ചൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡാണ് ഇവിടെ ഇന്ന് കൊടുക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ ഡെപ്യൂട്ടി ഡയറക്ടർ അച്ഛൻ ഇവിടെ സംസാരിക്കുന്നതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. അച്ഛനെ ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. KCBCയിൽ നിന്നും ബഹുമാനപ്പെട്ട സ്റ്റീഫൻ ചാലക്കരയച്ചൻ. അച്ഛന് രാവിലെ മുതൽ അധ്യാപകർക്ക് വളരെ നല്ല ഒരു പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ആവേശകരമായ പരിശീലനത്തിന് ശേഷം അച്ഛൻ്റെ സാന്നിധ്യം ഞങ്ങൾക്കേറെ അനുഗ്രഹപ്രദമാണ്. ബഹുമാനപ്പെട്ട സ്റ്റീഫൻ അച്ഛൻ KCYM സംസ്ഥാന ഡയറക്ടർ കൂടിയാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ക്ലീസ്റ്റസ് കതിപ്പറമ്പിൽ അച്ഛൻ നമ്മുടെ KCBCയുടെ ഫാമിലി അപ്പോസിറ്റിൻ്റെ ഡയറക്ടറാണ്. അവിടുത്തെ സെക്രട്ടറി ആയിട്ട് KCBCയുടെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്. വിജയപുരം രൂപതയിൽ നിന്നുള്ള വൈദികനാണ്. അച്ഛൻ്റെ സാന്നിധ്യത്തിന് ഏറെ നന്ദി പറയുന്ന അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ PTA ഓഫീസ് സെക്രട്ടറി ആയിരിക്കുന്ന സിസ്റ്റർ സോളിയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സിസ്റ്റർ സോളിയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് വൈദികർ, സിസ്റ്റേഴ്സ്, മതാധ്യാപകർ, വിജയപുരം രൂപതയുമായിട്ട് ബന്ധം ബത്തേരി രൂപതയുടെ അസിസ്റ്റൻറ്റ് കാറ്റഗിസം ഡയറക്ടർ ബഹുമാനപ്പെട്ട അച്ഛൻ, അതുപോലെ അച്ഛൻ്റെ വന്നിരിക്കുന്ന മറ്റ് സ്റ്റാഫംഗങ്ങൾ, ഇവിടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തിന് ആമുഖ സന്ദേശം നൽകുവാനായി ഈ രൂപതയുടെ മതബോധന ഡയറക്ടർ ബഹുമാനപ്പെട്ട വർഗീസ് കോട്ടക്കാട് അച്ഛനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അഭിനന്ദ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട മതാധ്യാപകരെ, കുട്ടികളെ, ആമുഖ സന്ദേശം കാര്യമായിട്ട് പറയേണ്ട എന്നാണ് തീരുമാനിച്ചിരുന്നത്. കാരണം 2 പിതാക്കന്മാർ സംസാരിക്കാനുണ്ട്, മറ്റ് 2 ഡയറക്ടർമാർ സംസാരിക്കാനുണ്ട്. ഒരുപാട് സമയം വേണ്ടി വരും. അതിൽ ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ കുട്ടികളുമായിട്ട് സംസാരിച്ചപ്പോൾ, അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചപ്പോൾ, മതബോധനം എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു അഭിപ്രായം ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ
ഒരു കാര്യം, ഇന്നത്തെ അധ്യാപന രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പേര് അധ്യാപകരാണ് എല്ലാവരും തന്നെ. അവർ കുട്ടികൾ പറഞ്ഞത് പണ്ട് കാലത്തെ സ്റ്റൈലിൽ ചിലർ പുസ്തകം നോക്കി വായിച്ച് പഠിപ്പിക്കുന്നു, ചിലർ ലെക്ചർ ക്ലാസ്സുകൾ നടത്തി പോകുന്നു. എന്നാൽ പ്രാക്ടിക്കലായിട്ട് ആ ക്ലാസ്സുകൾ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുന്ന വിധം പഠിപ്പിക്കുന്ന അധ്യാപകർ വളരെ കുറവാണ്. പ്രാക്ടിക്കലായിട്ട് ക്ലാസ്സുകൾ ഓരോ ക്ലാസ്സിൻ്റെയും ആ വിഷയത്തിനനുസരിച്ച് പ്രാക്ടിക്കലായി ക്ലാസ് നടത്തിയെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകുകയുള്ളൂ എന്ന് പൊതുവെ എല്ലാവരും പറഞ്ഞ അഭിപ്രായമാണ്. എനിക്കും അതുതന്നെയാണ് പറയാനുള്ളത്. നമ്മൾ പഴയ രീതികളൊക്കെ മാറ്റി കുട്ടികളോടൊപ്പം ചില പാഠങ്ങൾ പാട്ടുകളിലൂടെ, ചിലത് ഡാൻസുകളിലൂടെ, കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാവുന്ന സ്കിറ്റുകളിലൂടെയൊക്കെ പഠിപ്പിക്കുമ്പോൾ അവരുടെ മനസ്സിൽ അതുണ്ടാകും, അവർക്ക് താല്പര്യമുണ്ടാകും. ആ താല്പര്യത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരുവാൻ തക്ക വിധം അധ്യാപകർ ഒരുക്കമുള്ളവരായും കാര്യങ്ങൾ പഠിക്കുന്നവരായും തയ്യാറെടുത്തെങ്കിൽ മാത്രമേ മതബോധനത്തിലേക്ക് കുട്ടികൾക്ക് വരാൻ താല്പര്യം കാണുകയുള്ളൂ. അവർ പിന്നീടും മതബോധന ശേഷവും ദേവാലയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരുന്നു കൊണ്ട് നല്ല രീതിയിൽ കുട്ടികൾക്ക് മതബോധനം നൽകുവാൻ, വിശ്വാസ പരിശീലനം നൽകുവാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ആമുഖ സന്ദേശം അവസാനിപ്പിക്കുന്നു. നന്ദി. അധ്യക്ഷ പ്രസംഗത്തിനായി KCBC ഡെപ്യൂട്ടി സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട ജേക്കബ് പാളിക്കൽപ്പള്ളി അച്ഛനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അഭിമന്യ സെബാസ്റ്റ്യൻ തക്കത്തച്ചേരിൽ പിതാവേ, അഭിമന്യ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ പിതാവേ, പ്രിയ ബഹുമാനപ്പെട്ട വർഗീസ് കോട്ടയ്ക്കാട്ടച്ച, ടോണിയച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മതാധ്യാപകരെ, ഇന്ന് വിജയപുരം രൂപതയുടെ ഈ മതബോധന സംഗമത്തിൽ വെച്ച് കേരള കത്തോലിക്ക മെത്രാൻ സമിതി ഫാദർ മാത്യു നടക്കലിൻ്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് സഹകരണത്തോടെ ഏർപ്പെടുത്തിയ ഫാദർ മാത്യു നടക്കൽ KCBC മതാധ്യാപക അവാർഡ് തിരഞ്ഞെടുക്കപ്പെട്ട 3 മഹത് വ്യക്തിത്വങ്ങൾക്ക്, മതാധ്യാപകർക്ക് നൽകുന്നതിൽ അതിയായ സന്തോഷമുണ്ട് എന്ന് ഞാൻ പറയുന്നത് മതാധ്യാപകരുടെ, വിശ്വാസ പരിശീലകരുടെ ഒരു മഹത്തായ സംഗമത്തിൽ വെച്ചാണ് ഈ പുരസ്കാരം നൽകുന്നത് എന്നതാണ്. തിരഞ്ഞെടുക്കപ്പെട്ട 3 അവാർഡ് ജേതാക്കളും സുദീർഘമായൊരു കാലയളവ്, 27 വർഷം, 42 വർഷം, 52 വർഷമൊക്കെ മതബോധന രംഗത്ത് നിസ്തുലമായ ശുശ്രൂഷ ചെയ്ത് അത് ഇപ്പോഴും വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടെ സഹഗമനം നടത്തിക്കൊണ്ട് ഈ ശുശ്രൂഷയിൽ അവർ സന്തോഷത്തോടുകൂടെ ആയിരിക്കുന്നു എന്നത് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന മത അധ്യാപകർക്ക്, പ്രത്യേകിച്ച് ഈ മേഖലയിലേക്ക് പുതുതായിട്ട് വരുന്നവർക്ക് വലിയ പ്രചോദനമാണ്. ഇന്ന് നമ്മൾ ഇവിടെ കൊടുക്കുന്ന മാത്യു നടക്കൽ അവാർഡ് മാത്യു അച്ഛൻ്റെ സ്മരണാർത്ഥമാണ്. മാത്യു അച്ഛനെ ഇവിടെ ഇരിക്കുന്ന അധികം പേർക്കും അറിഞ്ഞുകൂടാ. 2000 അദ്ദേഹം കാലയവനികൾക്കുള്ളിൽ മറഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ ഞാനും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ചുള്ള കേട്ടറിവ് മാത്രമാണ് എനിക്കുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് ജോർജ് അച്ഛൻ മനോഹരമായിട്ടുള്ള ഒരു ശതാബ്ദി സ്മരണിക ഇറക്കിയിട്ടുണ്ട്. അഭിമന്യ പിതാക്കന്മാർ, മാത്യു അച്ഛനെ അറിയാവുന്ന അഭിമന്യ പിതാക്കന്മാരും സഹപ്രവർത്തകരായ വൈദികരും അൽമായരുമൊക്കെ ആ ഗ്രന്ഥത്തിൽ അച്ഛനെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരു കാര്യം വളരെ നമ്മെ സ്പർശിക്കുന്നതായിട്ടുള്ളത്, ഇന്നത്തെ രീതിയിൽ നിയതമായൊരു സ്ട്രക്ചർ
മതബോധനത്തിന് വരുന്നതിന് മുമ്പ് മതബോധന രംഗത്ത് നൂതനമായ ശൈലികൾ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ രൂപതകളും റീത്ത് വ്യത്യാസം കൂടാതെ അഭിനയ പിതാക്കന്മാരെ നേരിട്ട് കണ്ട് അവരുടെ ആശീർവാദത്തോടുകൂടെ അനുവാദത്തോടുകൂടെ സാധിക്കുന്നത്രയും നടന്ന് തന്നെ എല്ലാ ഇടവകളിലും പോയി മുതിർന്നവരോട് മതബോധനം കൊടുത്ത ആളാണ്. കുട്ടികളോടല്ല, മുതിർന്നവരെയാണ് അദ്ദേഹം കൂടുതലായിട്ട് ശ്രദ്ധിച്ചത്. അപ്പോൾ മുതിർന്നവരെ എന്തുകൊണ്ടാണ് ശ്രദ്ധിച്ചത് എന്ന് ചോദിച്ചാൽ, മുതിർന്നവരുടെ ജീവിത രീതിയാണ് പിന്നാലെ വരുന്ന ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും മാതൃകയാകുന്നത്. അദ്ദേഹം മനോഹരമായ ഗാനം എഴുതുമായിരുന്നു. ഗാനങ്ങളിലൂടെ അദ്ദേഹം സുവിശേഷം പ്രചരിപ്പിക്കുമായിരുന്നു. മനോഹരമായിട്ട് ചെറിയ പുസ്തകങ്ങൾ രചിച്ച് സുവിശേഷത്തെ, ബൈബിളിനെ ആളുകളുടെ ഇടയിലേക്ക് സംലഭ്യമാക്കുമായിരുന്നു. വിശ്വാസ പ്രമാണങ്ങൾ, വിശ്വാസ സത്യങ്ങൾ ചെറിയ ചെറിയ ഗ്രന്ഥങ്ങളിലൂടെ, ലീഫ്ലെറ്റുകളിലൂടെ ആളുകൾക്ക് സംലഭ്യമാക്കുമായിരുന്നു. അവരോട് ക്രിസ്തുവിനെ നേരിട്ട് പ്രസംഗിച്ച് ക്രിസ്തുവിലേക്ക് അവരെ ആകർഷിക്കുമായിരുന്നു. ഒരു ചെറിയ തോൾസഞ്ചിയുമായിട്ട് ബസ്സിൽ കയറി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഈ മതബോധനം ഒരു സബരിയാക്കി മാറ്റിയ ആചാര്യശ്രേഷ്ഠനാണ്. അതുകൊണ്ട് മതബോധന ആചാര്യൻ എന്നാണ് അദ്ദേഹത്തെ ആളുകൾ വിശേഷിപ്പിക്കുക. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം മത അധ്യാപകർക്ക്, അല്ലെങ്കിൽ ഈ വിശ്വാസ പരിശീലന മേഖലയിൽ നിസ്തുലമായിട്ട് സേവനം ചെയ്യുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഇങ്ങനൊരു അവാർഡ് അച്ഛൻ്റെ കുടുംബാംഗങ്ങൾ അഭിനയ പിതാക്കന്മാരെ സമീപിച്ച് KCVCയുടെ നേതൃത്വത്തിൽ ഇപ്രകാരം ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഈ വൈദികനെ അറിയാമായിരുന്ന അഭിനയ പിതാക്കന്മാർ ആ ആശയത്തെ സ്വീകരിക്കുകയും ഇതുവരെ തുടർച്ചയായിട്ട് ഈ അവാർഡ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. POCയിൽ വെച്ചാണ് ആദ്യം കൊടുത്തുകൊണ്ടിരുന്നതെങ്കിലും പിന്നീട് കുറേയും കൂടി മതാധ്യാപകരുടെ സാന്നിധ്യം ഉണ്ടാകുവാൻ രൂപതകളിലേക്ക് അത് മാറ്റുവാനായിട്ട് പല പ്രാവശ്യം അങ്ങനെ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം POCയിൽ വെച്ച് നടത്തിയപ്പോൾ ഞങ്ങൾക്ക് തന്നെ അതൊരു കുറച്ചിലായിട്ട് തോന്നി. വളരെ ചെറിയൊരു ഗ്രൂപ്പ് ആളുകളാണ് ഉണ്ടായിരുന്നത്. അന്ന് ടോണിച്ചൻ പറഞ്ഞു, നമുക്ക് അടുത്ത വർഷം രൂപതയിലേക്ക് ചെന്ന് പിതാക്കന്മാരോട് ചോദിച്ച് അവിടെ വെച്ച് നടത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. കാരണം മതാധ്യാപകർ അറിയണം നടക്കൽ അവാർഡ് ഉണ്ട് എന്ന് മാത്രമല്ല, നടക്കൽ അച്ഛൻ്റെ വിശ്വാസ പരിശീലന രീതി എന്തായിരുന്നു എന്ന് മതാധ്യാപകർ അറിയണം. അങ്ങനെ ടോണിച്ചൻ പറഞ്ഞതുപോലെ അഭിമന്യ സെബാസ്റ്റ്യൻ പിതാവിനോട് ഒരു എഴുത്ത് മുഖേനയാണ് ഞങ്ങൾ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഞാൻ മടത്തിപ്പറമ്പിൽ പിതാവിനെ നേരിട്ട് ഫോണിൽ സംസാരിച്ചു. വന്ന് കാണാനായിട്ട് ചോദിച്ചപ്പോൾ വരണ്ട, കാര്യം പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ കോട്ടയ്ക്കാട്ട് അച്ഛനോട് ഫോണിലൂടെ സംസാരിച്ചു. അച്ഛൻ ആശുപത്രിയിലും ചികിത്സയിലുമൊക്കെ ആയിരുന്നെങ്കിലും ഒരു മടിയും കൂടാതെ ഈ ഒരു ആഗ്രഹം, ഇന്ന് ഇവിടെ വെച്ച് അവാർഡ് കൊടുക്കണമെന്ന ഞങ്ങളുടെ ആഗ്രഹം അഭിനയ പിതാക്കന്മാരും ബഹുമാനപ്പെട്ട കോട്ടയ്ക്കാട്ട് അച്ഛനും ഒക്കെ സമ്മതിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് മനോഹരമായ ഈ സമ്മേളനത്തിൽ വെച്ച് ഈ 3 പ്രതിഭകൾക്ക് അവാർഡ് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇവരെക്കുറിച്ചുള്ള ചെറിയൊരു റൈറ്റപ്പ് ഇവിടെ വായിക്കും അവാർഡ് കൊടുക്കുന്നതിന് മുമ്പ്. ഞാൻ ഇവരെക്കുറിച്ച് വായിച്ചപ്പോൾ എന്തുമാത്രം ക്ലേശകരമായ ജീവിതാവസ്ഥയിൽ, തിരക്ക് പിടിച്ച ജീവിതാവസ്ഥയിൽ, അധ്യാപനത്തിൻ്റെയൊക്കെ ഇടയിൽ കുഞ്ഞുങ്ങളുമായിട്ട് വിശ്വാസ കാര്യത്തെ സംസാരിക്കുവാൻ, അവർക്ക് യേശുവിനെ പകർന്നു കൊടുക്കുവാൻ, അവരിൽ ദൈവവിളികൾ കണ്ടെത്താൻ, അവരെ പൗരോഹിത്യത്തിലേക്കും സന്യാസത്തിലേക്കും നല്ല കുടുംബജീവിതത്തിലേക്കൊക്കെ നയിക്കാൻ ഈ ബഹുമാന്യരായ അവാർഡ് ജേതാക്കൾ അനിയൻ കുഞ്ഞ് സാറും വർഗീസ് സാറും ടീച്ചറുമൊക്കെ വളരെയേറെ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ പ്രൊഫൈൽ വായിക്കുമ്പോൾ നമുക്കിവരെക്കുറിച്ച് അഭിമാനം തോന്നുകയാണ്. തിരക്കിട്ട ജീവിതത്തിൻ്റെ ഇടയിൽ ഇത്രമാത്രം താല്പര്യത്തോടെ, ക്രിസ്തു സ്നേഹത്തോടെ ഈ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാനും അവരുടെ ആത്മാക്കളെ നേടുവാനുമുള്ള ഇവരുടെ തീഷ്ണത. ഈ മുതിർന്ന അവാർഡ് ജേതാക്കളായ നമ്മുടെ അധ്യാപകർ, മതാധ്യാപന മേഖലയിൽ നിസ്തുലമായ സേവനം ചെയ്ത ഈ 3 പേരും നമ്മളെ മതാധ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ മാതൃകയും പ്രചോദനവുമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, അഭിനയ പിതാക്കന്മാരുടെ പേരിൽ, KCBCയുടെ പേരിൽ
3 അവാർഡ് ജേതാക്കളെയും അനികുഞ്ഞു സാറിൻ്റെ അഭാവത്തിൽ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയും സഭയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് പിതാക്കന്മാരുള്ളത് കൊണ്ടും പിതാക്കന്മാരുടെ ശബ്ദമാണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നതുകൊണ്ടും ഞാനിവിടെ നിർത്തുകയാണ്. അഭിയന്യ സെബാസ്റ്റ്യൻ പിതാവിനോടും അഭിയന്യ ജസ്റ്റിൻ പിതാവിനോടും കോട്ടയ്ക്കാട്ടച്ഛനോടും KCBCയുടെ അല്ലെങ്കിൽ ഞങ്ങൾ POCയിലെ ബഹുമാനപ്പെട്ട വൈദികരുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ആദരവും നിങ്ങൾക്ക് നിങ്ങളോടൊപ്പമായിരിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. Thank you, Father. Now, I would like to invite the Bishop of Vijayapuram, Right Reverend Dr. Sebastian Tekathacheriil, for the inaugural address. വിജയപുരം രൂപത മതാധ്യാപക കൂട്ടായ്മയിൽ KCBC കാറ്റഗറ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഫാർ മാത്യു നടക്കൽ അവാർഡ് വിതരണം ചെയ്യുന്ന ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ജേക്കബ് പാലക്കപ്പള്ളി അച്ഛ, അഭിവന്യ ജസ്റ്റിൻ പിതാവേ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വൈദികരെ, കന്യാസ്ത്രീകളെ, സഹോദരി സഹോദരന്മാരെ, ബാംഗ്ലൂർ വെച്ച് കഴിഞ്ഞ CCBI മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു പിതാക്കന്മാരുടെ ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ ഒരു പിതാവ് അദ്ദേഹത്തിൻ്റെ ജൂബിലി കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞു, അദ്ദേഹത്തിന് ഈ പട്ടം കഴിഞ്ഞ് ആദ്യമായിട്ട് സ്വന്തം ഇടവയിൽ ബലിയർപ്പിക്കാൻ പോയി. ബലിയർപ്പിച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇയാൾ മറ്റെല്ലാ പിതാക്കന്മാരെ പോലെ തന്നെയാണ്, കാരണം തൻ്റെ പ്രസംഗം ബോറിംഗ് ആയിരുന്നു, ലോങ് ആയിരുന്നു. അതാണ് പിതാക്കന്മാരുടെ കാര്യം. ഇപ്പം രണ്ട് വൈദികർ വളരെ ശരിയായിട്ട് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പിതാക്കന്മാരല്ലേ, അത് ബോറിംഗ് ആകാൻ എല്ലാ സാധ്യതയുമുണ്ട്. ഞാനിങ്ങോട്ട് കടന്നു വന്നപ്പോൾ പാലക്കപ്പള്ളിയത്തിന് ഞാൻ ഒരു കൊച്ചുമിടുക്കൻ വന്നിട്ട് മോതിരം ചുംബിച്ചു, നല്ല സ്മാർട്ടായിട്ട് വർത്തമാനം പറഞ്ഞു. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു, ഭക്ഷണം കഴിച്ചു എന്ന് ചോദിച്ചു. കഴിച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു? ഗുണമില്ലായിരുന്നു. അപ്പോൾ എന്തായിരുന്നു? മീനുണ്ടായിരുന്നു, മോരുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇറച്ചി ഉണ്ടായിരുന്നു. ചിക്കൻ ഞാൻ കഴിച്ചില്ല, ബീഫ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ മോനെ ഇതൊക്കെ പോരെന്ന് ചോദിച്ചു. അപ്പം ഈ ഒരു പക്ഷേ അവനിഷ്ടം നൂഡിൽസും ഇതൊക്കെ ആയിരിക്കുമേ, കാലം മാറിപ്പോയി. ഇവരിതെല്ലാം കൊടുത്താലും അവനിഷ്ടമുള്ളത് കൊടുത്താലേ അവൻ സ്വീകാര്യമാകുള്ളൂ. അത് വേദപാഠം കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെ ഈ മനുഷ്യൻ്റെ അവൻ ഉൾക്കൊള്ളുന്ന രീതിയിൽ അത് കൊടുത്താൽ മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്നാണല്ലോ നമ്മുടെ വർഗീസച്ചൻ ആരംഭത്തിൽ നിങ്ങളുടെ ചർച്ചയിൽ നിന്ന് പൊന്തി വന്ന ആശയം. ആദ്യം തന്നെ ഞാൻ POC ടീം അംഗങ്ങളെ, പാലക്കപ്പള്ളി അച്ഛനും ഉൾപ്പെടെ അവിടെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരെ, നമ്മെ സ്വാഗതം ചെയ്ത ടോണി കോഴിമണ്ണിലച്ഛൻ, ക്ലീച്ചസ് കതിർപ്പറമ്പിലച്ഛൻ, നമ്മുടെ സ്റ്റീഫൻ അച്ഛൻ, മറ്റ് അവരെല്ലാം പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. കാരണം ഇവിടെ വെച്ച് ഈ ഒരു സംഭവം അത് നടക്കാനായിട്ട് നിങ്ങൾ നല്ല മനസ്സ് കാണിച്ചതിന് രൂപതയുടെ പേരിലുള്ള പ്രത്യേകമായ നന്ദിയും അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുകയാണ്. വർഗീസത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് കാര്യം ഏൽപ്പിച്ചാലും 100% കമ്മിറ്റഡാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ബ്ലഡ് വരെ പോയി, പക്ഷേ ബ്ലഡിൽ മുഴുവൻ കാറ്റഗിസമാണ്. 1 മാസം മുമ്പ് ഞാനിവിടെ പോകുമ്പോൾ ആശുപത്രിയിലായിരുന്നു. 1 മാസം ഞാൻ ഇങ്ങോട്ട് വരും 2 ദിവസം മുമ്പാണ് തിരിച്ചു വന്നത്. ആശുപത്രിയിൽ കിടന്നുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ 100% കമ്മിറ്റഡ് ആയതുകൊണ്ടാണല്ലോ വിജയപുരം രൂപതയിലെ ഈ മതാധ്യാപകർ മിക്കവാറും എല്ലാവരും തന്നെ
ഇവിടെ സമ്മേളിച്ചിരുന്നത്. നിങ്ങൾ വന്നില്ലെങ്കിൽ വിവരം അറിയും എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ അതാണ് വർഗീസച്ചൻ. അപ്പോൾ അച്ഛനെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. പിന്നെ ഈ ജേതാക്കൾ, അവാർഡ് ജേതാക്കൾ, ജോൺ സാറിനെ എനിക്ക് കൂടുതൽ പേഴ്സണലായിട്ട് അറിയാവുന്നത്, മറ്റേ ടീച്ചറിനെ അനിയൻ കുഞ്ഞ് സാറിനെ ഒന്നും നേരിട്ട് അറിയില്ല, കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. ജോൺ സാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എൻ്റെ ഒരു സഹോദരനാണ്, എൻ്റെ ഗുരുവാണ്, എനിക്ക് പ്രത്യേകം പ്രോത്സാഹനം നൽകുന്ന ഒരു വ്യക്തിയാണ്. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഒരു മത അധ്യാപകനെക്കുറിച്ച് പറയുന്നത് ക്രിസ്തുവിനോടും സഭയോടും സ്നേഹമുള്ളവരാണ് യഥാർത്ഥ മത അധ്യാപകർ എന്ന് പാപ്പ ഊന്നിപ്പറയുന്നുണ്ട്. ആ അർത്ഥത്തിൽ കെ പി ജോൺ സാർ ക്രിസ്തുവിനോടും സഭയോടും കൂറുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം ആദരിക്കപ്പെടേണ്ടതായിരുന്നു. കാരണം അത്രമാത്രം വിജുവര രൂപതയെ മാത്രമല്ല, ഒരു പ്രോജക്റ്റ് ഓഫീസർ എന്ന നിലയിൽ കേരളത്തിലെ വിവിധ രൂപതകളിലും പലയിടത്തുമൊക്കെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ലഭിച്ചിട്ടുണ്ട്. വിജയൻ രൂപതയ്ക്കാണ് കാര്യമായിട്ട് ലഭിച്ചത്. പലതരത്തിലുള്ള ആദരവ് അതിന് യോഗ്യനായ ഒരു വ്യക്തിയെ ഇന്നെങ്കിലും KCBC അഭിനന്ദിച്ചല്ലോ എന്നോർത്തുകൊണ്ട് KCBCയെ ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. KCBCയോട് മറ്റ് ടീച്ചറും അവരൊക്കെ ഇതുപോലെ തന്നെ ശുശ്രൂഷ ചെയ്തവരാണ്. ഞാൻ ഈ യൂറോപ്പിലും അവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ ചർച്ചാ വിഷയമാകുന്നത് എന്തുകൊണ്ട് ദൈവവിളിയില്ല, അല്ലെങ്കിൽ അച്ഛന്മാർ കന്യാസ്ത്രീ കുറഞ്ഞു പോകുന്നു എന്നൊക്കെയുള്ള ചർച്ചകൾ വരാറുണ്ട്. പലയിടത്തൊക്കെ ഒരുമിച്ച് കുടുംബങ്ങളുമായിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഫാമിലി കമ്മീഷൻ്റെ സെക്രട്ടറി ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളിങ്ങനെ ചികഞ്ഞ് പോകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം കുടുംബം തകർന്നു പോയി എന്നുള്ളതാണ്. ആ കുടുംബത്തെ തകർക്കുക എന്നുള്ളത് പിശാചിൻ്റെ വലിയൊരു ടാർഗറ്റായിരുന്നു. അതിന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കുടുംബം രൂപം കൊണ്ട നാൾ മുതൽ കുടുംബത്തെ തകർക്കുക എന്നുള്ള ആ പൈശാചികമായ പ്രലോഭനങ്ങളിൽ യൂറോപ്പും അമേരിക്കയും ആദ്യം വീണുപോയി. നമ്മളിപ്പോൾ വീണുകൊണ്ടിരിക്കുന്നു. അവളൊരു കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും സന്ധ്യാവേളയിൽ ഒരുമിച്ചിരുന്ന് അവർ പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലും. അപ്പോഴങ്ങനെ പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി വിശ്വാസത്തിൽ മക്കളെ രൂപപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അന്യം നിന്നും പോകുകയല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ കാറ്റഗറ്റിക്കലായിട്ട് വളരെ, ഞാനിപ്പോഴും അച്ഛനോട് ഷെയർ ചെയ്യുന്ന കാര്യമാണ്, കാറ്റഗറ്റിക്കലായിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കത്തോലിക്ക സഭ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഒരു ശാസ്ത്രം തന്നെ, ഒരു മതപഠന ശാസ്ത്രം തന്നെ, കാറ്റഗേസിസ് നമ്മൾ രൂപം കൊടുത്തിട്ടുണ്ട്. ഈ ശാസ്ത്രം രൂപപ്പെടുത്തെങ്കിലും ശാസ്ത്രജ്ഞരെ രൂപപ്പെടുത്താൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ശാസ്ത്രം ഇങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തികളല്ല മത അധ്യാപകർ എന്നുള്ളതാണ്. അത് വെറുതെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അതിനേക്കാൾ കൂടുതലായിട്ട് വിശ്വാസം പകർന്നു കൊടുക്കുന്നവരാണ് മതാധ്യാപകർ. അപ്പോൾ വിശ്വാസം ലഭിക്കണമെങ്കിൽ കേൾക്കണം. റോമ 10:17 വിശ്വാസം ലഭിക്കണമെങ്കിൽ കേൾക്കണം, കേൾക്കണമെങ്കിൽ പ്രസംഗിക്കപ്പെടണം. ഈ പ്രസംഗിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ ഒരു പ്രസംഗമല്ല പ്രസംഗിക്കപ്പെടുക എന്ന് പറയുന്നത്. ഈശോ ശിഷ്യന്മാരെ കൂടെ കൊണ്ട് നടന്ന് ആരാണ് പിതാവായ ദൈവം, ആരാണ് പരിശുദ്ധാത്മാവ്, ആരാണ് ത്രിത്വ ദൈവം എന്നൊക്കെ ഇങ്ങനെ കൂടെ കൊണ്ട് നടന്ന് ആ പഠിപ്പിച്ചതുപോലെയുള്ള ഒരു പഠനമാണ് ഈ പ്രസംഗം എന്നുകൊണ്ടത് ഉദ്ദേശിച്ചത്. അല്ല നമ്മുടെ സാഹിത്യവും നമ്മുടെ അറിവും ഇതെല്ലാം കൂടെ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് പ്രസംഗമെന്ന് പറയാം. പക്ഷേ ഇവിടെ വിശ്വസിക്കണമെങ്കിൽ കേൾക്കണം, കേൾക്കണമെങ്കിൽ പ്രസംഗിക്കപ്പെടണം എന്ന് പറയുന്നത് അതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല.
അവിടെ പ്രിയപ്പെട്ട മത അധ്യാപകരെ, നമ്മുടെ റോൾ, ഞാനും കൂടെ ഉൾപ്പെടെ, നമ്മുടെ റോൾ എന്ന് പറയുന്നത് വിശ്വാസ പരിപോഷണമാണ്, വിശ്വാസം രൂപവൽക്കരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ 4 നെടും തൂണുകളാണല്ലോ ക്രീഡ്, വിശ്വാസ പ്രമാണം, കൽപ്പനകൾ, കൂദാശകൾ, പ്രാർത്ഥന. ഇതാണ് ഈ 4 നെടും തൂണുകൾ. ഇതാണ് കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ വിശദീകരിച്ച് തരുന്നത്. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ ഈ കാര്യമാണ് വിശദീകരിച്ച് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ നെടും തൂണുകൾ അത് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഹൃദിസ്ഥമാക്കാനായിട്ട് ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത്? അച്ഛൻ പറഞ്ഞ ഡാൻസോ ഇതൊക്കെ ആയാലും ഏത് തരത്തിലാണേലും അത് ഉൾക്കൊള്ളണം. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും, ഞാൻ നിർത്തുകയാണ്, നിങ്ങൾ കണ്ടു കാണും, കാരണം അത്ര ബോറിംഗ് എന്ന് പറയാത്ത രീതിയിൽ ഞാൻ നിർത്തിയേക്കാം. ഒരു വാട്സപ്പ് നിങ്ങൾ കണ്ടു കാണുമല്ലോ, അത് ഇവിടെ വെച്ചാണോ യൂറോപ്പിൽ വെച്ചാണോ ഞാൻ കണ്ടതെന്നറിയില്ല. ഒരു TV അവതാരകൻ കുറേ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് ആർ യു എ ക്രിസ്ത്യൻ എന്ന് ചോദിച്ചപ്പോൾ കുറേ പിള്ളേർ ചാടിക്കറി ആം എ ക്രിസ്ത്യൻ എന്ന് കുറേ പേരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പലതരത്തിൽ പല ആഫ്രിക്കക്കാരുണ്ട്, അമേരിക്കക്കാരുണ്ട്, യൂറോപ്യൻസ്, എല്ലാവരോടും ആർ യു എ ക്രിസ്ത്യൻ? യേസ് ഐ ആം എ ക്രിസ്ത്യൻ. അപ്പോൾ എനിക്കങ്ങോട്ട് ത്രില്ലിംഗ് ആയി കൊടുക്കും, ഈ യുവജനങ്ങളെ ഐ ആം എ ക്രിസ്ത്യൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അവൻ്റെ അടുത്ത ചോദ്യം, ഇഫ് യു ആർ എ ക്രിസ്ത്യൻ, നീ ക്രിസ്ത്യാനിയാണെങ്കിൽ ബൈബിളിലെ ഒരു വചനം പറയാമെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പെണ്ണുങ്ങളെ പിള്ളേരെല്ലാം എന്ന് പറഞ്ഞിട്ട് അറിയത്തില്ല. അവനൊന്നും പറഞ്ഞില്ല. അവൻ റിയാക്ഷൻ, അവൻ്റെ അടുത്ത ചോദ്യം കുറേ മുസ്ലിം കുട്ടികളോടായിരുന്നു. ഇതുപോലെ തന്നെ, ആർ യു എ മുസ്ലിം? യെസ് ഐ ആം എ മുസ്ലിം. അങ്ങനെ കുറേ പേരോട്, ഒരു 10-25 പേരോട് ചോദിച്ചു കഴിഞ്ഞിട്ട് എന്നിട്ട് അവനോട് ചോദിച്ചു, ആർ യു എ മുസ്ലിം? യെസ്. ക്യാൻ യു സേ എ സെൻറ്റൻസ് ഫ്രം ദ ഖുറാൻ? അവനങ്ങോട്ട് പറയുന്നു. അത് ചോദിച്ചവരോടെല്ലാം പറയുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു പരസ്യം, അത് അവർ ഒരു പരസ്യമായിട്ട് ചെയ്യുന്നതായിരിക്കാം, എങ്കിൽ പോലും സത്യമല്ലേ? നമ്മുടെ എത്ര കുഞ്ഞുങ്ങൾക്ക് വചനം കാണാതെ പറയുന്ന കുഞ്ഞുങ്ങൾ ധാരാളം ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ ഇതുപോലൊരു സമ്മേളനത്തിൽ എൻ്റെ ഒരു സുഹൃത്ത്, അയർലൻഡിലുള്ള സുഹൃത്ത്, അവൻ്റെ ആദ്യത്തെ മകന്, ഒരു 3 പിള്ളേരുണ്ട്. ആദ്യത്തെ മകന് അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കൊച്ചു പയ്യനായിട്ട് മുഴുവൻ ഈ കാർട്ടൂൺ കാണുക എന്നുള്ളതാണ്. അപ്പം ഇവനെ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് വിചാരിക്കും. ഞാൻ അടുത്ത 1 വർഷമോ 2 വർഷം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ അയാൾ രക്ഷപ്പെടുത്തിയെടുത്തു. അവൻ രക്ഷപ്പെടുത്തിയത് സങ്കീർത്തനങ്ങൾ ഓരോന്ന് പഠിച്ചാൽ, ഒരു സങ്കീർത്തനം നീ കാണാതെ പഠിച്ചാൽ €1 നിനക്ക് തരും. അങ്ങനെ അവനെ സങ്കീർത്തനങ്ങൾ പഠിപ്പിച്ച് പിന്നെ ക്രിസ്തീയമായ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് അങ്ങനെ രക്ഷപ്പെടുത്തി. അപ്പോൾ അപകടങ്ങൾ മണത്തറിഞ്ഞ് നമ്മുടെ മക്കളെ രക്ഷിക്കാനായിട്ട് തീവ്രമായി നാം പരിശ്രമിക്കുന്നില്ലെങ്കിൽ ഈ കാലത്തിൻ്റെ ഒഴുക്കനുസരിച്ച് മക്കൾ പോവുകയും വിശ്വാസമെന്നറിയാതെ എന്തിന് ജനിച്ചു, ഈ ഭൂമിയിൽ പിറന്നു എന്നുള്ള ധാരണയിൽ മക്കൾ കഴിയണം. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ശുശ്രൂഷ മേഖലയെന്ന് പറയുന്നത് ഈ മത അധ്യയന മേഖലയെന്ന് പറയും. അത് വെറും ഒരു പഠിപ്പിക്കാൻ വേണ്ടിയുള്ള അല്ല, വിശ്വാസം പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഈ ഡിപ്പാർട്ട്മെൻറ്റിനാണ് എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ അങ്ങനെ ഈ ഒരു വലിയ സമ്മേളനത്തിൽ നമ്മൾ ആദരിക്കപ്പെടേണ്ട ഈ വ്യക്തികളെ ആദരിക്കുവാൻ നമുക്ക് ലഭിച്ചതും ക്രിസ്തീയമായ ഒരു ദൗത്യമായിട്ട് ഞാനിതിനെ കാണുന്നു. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ നടക്കലച്ചനെക്കുറിച്ച് ഞാൻ നേരിട്ടിങ്ങനെ അകന്ന് നിന്നൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. കാരണം അദ്ദേഹം ജനിച്ചു കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ജനിക്കുന്നതാണ്. അദ്ദേഹം ഇങ്ങനെ സഞ്ചിയൊക്കെ തൂക്കിയിട്ട് പോകുന്ന ഒരു ഇതുള്ളൂ. പക്ഷെ ഈ അന്നത്തെ കാലത്ത് ഏത് പുസ്തകം എടുത്താലും ഫാദർ നടക്കൻ എന്ന് പറഞ്ഞ് കാണാമായിരുന്നു. അത്രമാത്രമേ അറിവ് എനിക്കുള്ളൂ. നമ്മൾക്ക് ദൈവം നൽകിയ ഈ വലിയൊരു ശുശ്രൂഷ അത് ആത്മാർത്ഥമായി നിറവേറ്റണമെങ്കിൽ, അവിടെയാണ് ഇപ്പോൾ ഈ സിസ്റ്റമാറ്റിക്കായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിലും കർത്താവ് ഈ ശിഷ്യന്മാരെ കൂടെ കൊണ്ട് നടത്തിയെങ്കിലും അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തെങ്കിലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് പെന്തക്കോസ്തായ്ക്ക് ശേഷമാണ്.
പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ശുശ്രൂഷ അത് ഫലപ്രദമാകണമെങ്കിൽ ആദ്യം തന്നെ പരിശുദ്ധാത്മാവാൽ അഭിഷേകം ചെയ്യപ്പെടണം. പരിശുദ്ധാത്മാവാൽ അഭിഷേകം ചെയ്യപ്പെട്ടിട്ട് നമ്മൾ ഈ ശുശ്രൂഷ നിറവേറ്റുമ്പോഴാണ് അത് ഫലവത്താകും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. KCBC മതാധ്യാപാടിന് അർഹനായ ശ്രീമതി എലിസബത്ത് വർഗീസിന് സമർപ്പിക്കുന്ന പ്രശസ്തി പത്രം. കേരള കത്തോലിക്ക സഭയിലെ പ്രതിഭാധാരനായ മതാധ്യാപകർക്ക് കേരള സഭ മതബോധന ആചാര്യൻ എന്ന വിശേഷണത്തിന് അർഹനായ ഫാദർ മാത്യു നടക്കലിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ KCBC അവാർഡ് ബത്തേരി രൂപതയിലെ സെൻറ് തോമസ് കത്തീഡ്രൽ ഇടവകയിലെ ശ്രീമതി എലിസബത്ത് വർഗീസിന് സമ്മാനിക്കാൻ അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. കയ്യാലത്ത് കുടുംബാംഗമാണ് ശ്രീമതി എലിസബത്ത് വർഗീസ്. വർഗീസാണ് ഭർത്താവ്. 5 മക്കളുള്ള ക്രിസ്തീയ മാതൃകാ കുടുംബം. മതബോധന ശുശ്രൂഷ രംഗത്ത് 54 വർഷത്തെ അനുഭവ സമ്പത്തുള്ള അധ്യാപികയാണ് ശ്രീമതി എലിസബത്ത് വർഗീസ്. ബത്തേരി സെൻറ്റ് ജോസഫ് സ്കൂൾ, ബത്തേരി അസംഷൻ UP സ്കൂൾ, തളിപ്പറമ്പ് ലയൺസ് സ്കൂൾ എന്നീ കലാലയങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. POC നടത്തിയ മതാധ്യാപകർക്കായുള്ള പരിശീലനത്തിൽ പങ്കെടുത്തിട്ടുള്ള ശ്രീമതി എലിസബത്ത് ഇടവകയിലെ പ്രധാന മതാധ്യാപികയായി സുദീർഘമായ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. രൂപത മാതൃവേദി പ്രസിഡന്റ്, പാസ്റ്റർ കൗൺസിൽ അംഗം തുടങ്ങിയ പദവികളും വഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിവിധ അൽമായ സംഘടനകൾ, സഹകരണ സംഘം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ നേതൃത്വ നിരയിൽ ഇപ്പോഴും സജീവമാണ് എലിസബത്ത് ടീച്ചർ. മതബോധന ശുശ്രൂഷയിലൂടെ ഒരു വൈദികനെയും 2 സമർപ്പിതരെയും ദൈവിക ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കുവാൻ പരോക്ഷമായ പങ്കും വഹിച്ചിട്ടുണ്ട്. ശ്രീമതി എലിസബത്ത് വർഗീസിന് ആദരവോടെ 2003 ഫാദർ മാത്യു നടക്കൽ KCBC മതാധ്യ അവാർഡ് സമർപ്പിക്കുന്നു. കാർഡിനൽ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്കോസ്, പ്രസിഡന്റ് KCBC, ജേക്കബ് G. പാലക്കാപ്പള്ളി, ഡെപ്യൂട്ടി സെക്രട്ടറി KCBC. ടീച്ചറിനെ അവാർഡിനായി ക്ഷണിക്കുന്നു. KCBC മതാധ്യാപാടിന് അർഹനായ ഡോക്ടർ PC അനിയൻകുഞ്ഞിന് സമർപ്പിക്കുന്ന പ്രശസ്തി പത്രം. കേരള കത്തോലിക്ക സഭയിലെ പ്രതിഭാരാജനായ മതാധ്യാപകർക്ക് കേരള സഭ മതബോധന ആചാര്യൻ എന്ന വിശേഷണ അർഹനായ ഫാദർ മാത്യു നടക്കലിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ KCBC അവാർഡ് ചങ്ങനാശ്ശേരി അതിരൂപത ഇത്തിത്താനം സെൻറ് മേരീസ് ഇടവാങ്ങും ശ്രീ ഡോക്ടർ PC അനിയൻകുഞ്ഞിന് സമ്മാനിക്കുവാൻ അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. തുരുത്തിക്കോട്ടയിൽ കുടുംബാംഗമാണ് ഡോക്ടർ PC അനിയൻകുഞ്ഞ്. ലാലിയമ്മ ജോസഫാണ് ഭാര്യ. 2 മക്കളും 5 പേരക്കുട്ടികളും അടങ്ങുന്ന ധന്യ കുടുംബമാണ് ഡോക്ടർ അനിയൻകുഞ്ഞിൻ്റേത്. കഴിഞ്ഞ 43 വർഷമായി മതബോധന രംഗത്ത് നിറസാന്നിധ്യമായി പ്രതിജ്ഞാബദ്ധതയോടെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന അദ്ദേഹം നല്ല മാതൃകാ അധ്യാപകനാണ്. എടത്തുവ സെൻറ്റ് അലോഷ്യസ് കോളേജ് പ്രിൻസിപ്പൽ, തുരുത്തിക്കാട് BAM കോളേജ് പ്രൊഫസർ, അതിരൂപത പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി തുടങ്ങി നിരവധി പദവികൾ വഹിച്ച അദ്ദേഹം ഫിലിപ്പൈൻസിൽ മിഷണറി ഫോർമേഷൻ രംഗത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇടവകയിലെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ, ചങ്ങനാശ്ശേരി യുവദീപ്തി സെനറ്റ് അംഗം, അതിരൂപതയിലെ കുടുംബ കൂട്ടായ്മ റിസോഴ്സ് പേഴ്സൺ എന്നീ നിലകളിലും സേവനം അനുഷ്ഠിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ അനുഭവ സമ്പത്തും ശിഷ്യരുമുള്ള ഡോക്ടർ PC അനിയൻകുഞ്ഞിന് 2023 മാത്യു നടക്കൽ KCBC മതാധ്യാപക അവാർഡ് ആദരവോടെ സമർപ്പിക്കുന്നു. കാർഡിനൽ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്കോസ്, പ്രസിഡന്റ് KCBC, ജേക്കബ് G. പാലക്കാപ്പള്ളി, ഡെപ്യൂട്ടി സെക്രട്ടറി KCBC.
KCBC മതാധ്യാപക അവാർഡിന് അർഹനായ ശ്രീ KP ജോണിന് സമർപ്പിക്കുന്ന പ്രശസ്തി പത്രം. കേരള കത്തോലിക്ക സഭയിലെ പ്രതിഭാനാഥനായ അധ്യാപകർക്ക് കേരള സഭ മതബോധന ആചാര്യൻ എന്ന വിശേഷണത്തിന് അർഹനായ ഫാദർ മാത്യു നടക്കലിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ KCBC അവാർഡ് വിജയപുരം രൂപതയിലെ കോട്ടയം ഫൊറോനയിലെ ഗുഡ് ഷെപ്പേർഡ് ഇടവാംഗമായ ശ്രീ KP ജോണിനെ സമ്മാനിക്കാൻ അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. കലാഭവൻ കുടുംബാംഗമാണ് ശ്രീ KP ജോൺ. ശ്രീമതി TC അമ്മിണിക്കുട്ടിയാണ് ഭാര്യ. 3 മക്കളുണ്ട്. മതബോധന ശുശ്രൂഷ രംഗത്ത് 41 വർഷത്തെ അനുഭവ സമ്പത്തുള്ള ശ്രീ ജോൺ രൂപതയിലെ മതബോധന പരിശീലകൻ, മതബോധന കമ്മിറ്റി അംഗം, കുടുംബ പ്രേക്ഷിതത്വ രൂപത കോർഡിനേറ്റർ, CCI അംഗം തുടങ്ങി നിരവധി പദവികൾ വഹിച്ചു. ശ്രീ ജോൺ പരിശീലനം നൽകിയവരിൽ 2 വൈദികരും 7 സമർപ്പിതരും ഉൾപ്പെടുന്നു. KCBC ബൈബിൾ കമ്മീഷൻ സംസ്ഥാന തലത്തിൽ നടത്തിയ കവിതാ മത്സരത്തിൽ ശ്രീ ജോണിന് 1ാം സമ്മാനം ലഭിച്ചിട്ടുണ്ട്. മതബോധന ശുശ്രൂഷ രംഗത്തെ അനന്യ വ്യക്തിത്വം എന്ന നിലയിൽ 2023 ഫാദർ മാത്യു നടക്കൽ KCBC മതാധ്യ അവാർഡ് ആദരവോടെ ശ്രീ KP ജോണിന് സമർപ്പിക്കുന്നു. കാർഡിനൽ ബസിലിയോസ് ക്ലിമീസ് കാതോലിക്കോസ്, പ്രസിഡന്റ് KCBC, ഫാദർ ജേക്കബ് G. പാലക്കാപ്പള്ളി, ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ KCBC. Thank you, Father. On the behalf of the Department of Catechism, I would like to extend a warm welcome to Right Reverend Dr. Justin Madathiparambil, our Auxiliary Bishop, for benedictory speech. അഭിവന്യ സെബാസ്റ്റ്യൻ തെക്കത്തിച്ചേരിൽ പിതാവേ, നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സ്നേഹ ബഹുമാനം നിറഞ്ഞ ജേക്കബ് പാലക്കാപ്പള്ളി അച്ഛ, വേദിയിലായിരിക്കുന്ന സ്നേഹം നിറഞ്ഞ വൈദികരെ, ഇന്നിവിടെ സാന്നിധ്യം കൊണ്ട് പ്രത്യേകിച്ച് ഈ സദസ്സിനെ അനുഗ്രഹിക്കുന്ന വിവിധ രൂപതകളിൽ നിന്ന് വന്നിരിക്കുന്നതും ഒപ്പം വിജയപുരം രൂപതയുടെ 84 ഇടവകളുടെ വിവിധ യൂണിറ്റുകളിൽ നിന്നും ഇവിടെ ആയിരിക്കുന്ന മത അധ്യാപകരെ, വിശ്വാസ പരിശീലകരെ, ആദ്യമേ തന്നെ മാത്യു നടക്കൽ അച്ഛൻ്റെ പേരിലുള്ള അവാർഡിന് അർഹരായ വിജയപുരം രൂപതാംഗം KP ജോൺ സാറിനും, ചങ്ങനാശ്ശേരി ആർച്ച് ഡയസിസ് രൂപതാംഗം അനിയൻകുഞ്ഞ് സാറിനും, സുൽത്താൻ ബത്തേരി രൂപത അംഗം ശ്രീമതി എലിസബത്ത് വർഗീസിനും, ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഒത്തിരിയേറെ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുകയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു ചോദ്യമുണ്ട് മനസ്സിൽ, ഞങ്ങൾക്കും എന്നാണ് ഇതുപോലൊരു അവാർഡ് ലഭ്യമാവുക? എനിക്ക് തോന്നുന്നില്ല KCBCക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അവാർഡ് തരാൻ പറ്റുമെന്ന്. എനിക്കൊരു വിശ്വാസവും ഇല്ല. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിന് 1-ാമത്തെ തിരുവചനം, 1-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ യോഹന്നാൻ പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ സൂക്ഷിച്ച് വീക്ഷിച്ചതും ഞങ്ങളുടെ കരങ്ങൾ കൊണ്ട് സ്പർശിച്ച് അറിഞ്ഞതുമായ ജീവനുള്ള വചനത്തെക്കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്നു, അറിയിക്കുന്നു. നിങ്ങളുടെ മുൻപിലൂടെ കടന്നു പോകുന്ന ഓരോ കുഞ്ഞിൻ്റെ ജീവിതത്തിലും ഈ ഒരു അനുഭവം നൽകാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ പഠിപ്പിച്ച, നിങ്ങൾ വിശ്വാസം പകർന്നു നൽകിയ ഏതെങ്കിലും ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു യുവാവ് എന്നെങ്കിലും ഒരു ദിവസം പറയുകയാണെങ്കിൽ, ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ സ്പർശിച്ചു, ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ജീവനുള്ള വചനമെന്ന്
ക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിക്കാൻ തയ്യാറായി മുന്നിൽ നിൽക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന ഏറ്റവും വലിയ അവാർഡായിരിക്കും. ജീവനുള്ള ദൈവത്തെ പകുത്ത് നൽകാനായിട്ടുള്ള വിളി. അപ്പോൾ ഇന്ന് പിതാവ് ചേർത്ത് വെച്ചു, നാളെ പെന്തക്കോസ്ത ദിനം തന്നെയാണ്, വലിയ ആഘോഷമാണ്, വലിയ ഉത്സവമാണ്, സഭയുടെ ആരംഭമാണ്. നിങ്ങളുടെ സാന്നിധ്യം ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഒരു പെന്തക്കോസ്ത അനുഭവമാക്കി മാറ്റണം. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യവും സാന്നിധ്യവും നിങ്ങൾ നിറയുമ്പോൾ ആ ആത്മാവ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന വ്യക്തികൾക്ക് ആ വിശ്വാസത്തിൽ വളരാൻ, അടിയുറച്ച ജീവിതം നയിക്കാൻ സാധ്യമാകുന്ന ഒരു സാക്ഷ്യമായി നിങ്ങൾക്ക് മാറാൻ കഴിയും. അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. എല്ലാവിധ അനുഗ്രഹവും ആശംസകളും നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. നന്ദി. Thank you, Your Excellency. Next, I would like to invite
സുൽത്താൻ ബത്തേരി കാറ്റഗിസം ഡയറക്ടർ ഫാദർ തോമസ് ക്രിസ്തുമന്ദിരത്തെ ആശംസ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഫാദർ മാത്യു നടക്കൽ KCBC മതാധ്യാപക അവാർഡ് ദാനം വിജയപുരം രൂപതയുടെ മതബോധന ദിനത്തോടനുബന്ധിച്ച് രൂപതയുടെ ആതിഥേയത്വത്തിൽ നടത്തപ്പെടുന്ന ചടങ്ങിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന KCBC ഡെപ്യൂട്ടി സെക്രട്ടറി റവറൻഡ് ഫാദർ ജേക്കബ് പാലയ്ക്കപ്പള്ളി, ഉദ്ഘാടകനും അവാർഡ് ദാനം നിർവഹിച്ചതുമായ വിജയപുരം രൂപതാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കച്ചേൽ പിതാവേ, ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച വിജയപുരം രൂപതയുടെ സഹായമെത്രാൻ അഭിവന്യ ഡോക്ടർ ജസ്റ്റിൻ മടത്തിൽ പറമ്പിൽ പിതാവേ, സ്വാഗതം ആശംസിച്ച POCയുടെ പ്രീഫെക്റ്റ് ഓഫ് സ്റ്റഡീസ് ബഹുമാനപ്പെട്ട ടോണി കോഴിമണ്ണിലച്ച, ആമുഖ സന്ദേശം നൽകിയ വിജയപുരം രൂപതയുടെ മതബോധന ഡയറക്ടർ ബഹുമാനപ്പെട്ട വർഗീസ് കൊട്ടക്കട്ടച്ച, ചങ്ങനാശ്ശേരി രൂപത മതബോധന ഡയറക്ടർ ഫാദർ ആൻഡ്രൂ പാണാമ്പറമ്പിൽ, വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വന്യ ജോർജച്ച, ഇവിടെ സന്നിധരായിരിക്കുന്ന POCയുടെ പ്രത്യേകിച്ച് യുവജന മാതൃവേദി ശുശ്രൂഷയുടെ അമരക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മത അധ്യാപകരെ, 2024 ബഹുമാനപ്പെട്ട ഫാദർ മാത്യു നടക്കൽ KCBC മതാധ്യാപക അവാർഡ് ജേതാക്കളായ ഗുരുക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ഗുരു എന്ന വാക്കിനർത്ഥം ഇരുട്ടിനെ അകറ്റുന്ന വെളിച്ചമെന്നാണ്. ക്രിസ്തു ആകുന്ന വെളിച്ചത്തെ അനേകം മക്കൾക്ക് പകർന്നു നൽകിയ ധന്യ ജീവിതങ്ങളെ സഭ ആദരിച്ച നിമിഷമാണ്. കർത്താവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യമാണ് സുവിശേഷം അറിയിക്കുക എന്നത്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 16-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അത് എൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട എലിസബത്ത് ടീച്ചർ ബത്തേരിയിലെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. ടീച്ചർ 54 വർഷമായി ഈ ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്നു. 81 വയസ്സായി. ഓരോ വർഷം കഴിയുന്തോറും ഞങ്ങൾ ചോദിക്കും, ടീച്ചറെ അടുത്ത പരിപാടി എന്താണ്, ഭാവിയിൽ പരിപാടി എന്താണ്, അതായത് ഇനിയെങ്കിലും വീട്ടിൽ തുടങ്ങിയിരിക്കില്ലേ എന്നുള്ള അർത്ഥത്തിലാണ് പലപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ ടീച്ചർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനിയും പഠിപ്പിക്കണമെന്നാണ് ആഗ്രഹം. അച്ഛന്മാർക്ക് ഒഴിവാക്കാൻ ഒരു വകുപ്പുമില്ല, കാരണം സസ്പെൻഡ് ചെയ്യാൻ വകുപ്പൊന്നുമില്ല, അതിന് മോറലായിട്ടുള്ളൊരു വിഷയങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അപ്പോൾ ആഗ്രഹിക്കുന്നിടത്തോളം പഠിപ്പിക്കാനായിട്ട് ടീച്ചറിന് അനുവാദം കൊടുത്തിരിക്കുകയാണ്. അതായത് അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസ പ്രഘോഷണ രംഗത്തുള്ള ഒരു തത്വം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ പ്രഘോഷണം മരണം വരെയാണ്. അതായത് ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയുള്ള ഒരു ദൗത്യമാണ് ക്രിസ്തുവിനെ അറിയിക്കുക എന്നുള്ളത്. ഒരു കുഞ്ഞിനെ ക്രിസ്തുവിൽ രൂപപ്പെടുത്തിയെടുക്കുക എന്ന ശ്രമകരമായ ഉദ്യമമാണ് മതാധ്യാപകർക്ക് ഉള്ളത്. വിശുദ്ധ പൗലോസ്ലീഹ കാവ്യഭാവനയിൽ ഇത് ഇപ്രകാരം അവതരിപ്പിച്ചിരിക്കുന്നു, എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഗലാത്യർ 4:19. സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന അധ്യാപകരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈറ്റുനോവ് അനുഭവിക്കുന്നവരാണ്. നമ്മുടെ കുഞ്ഞു മക്കളിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ശ്രമകരമായ ഒരു ഉദ്യമം നിങ്ങൾ നടത്തുന്നുണ്ട്. പുനരേക്യ ശില്പിയും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രഥമ മെത്രാപ്പൊലിത്തയുമായിരുന്ന ധന്യൻ മോർ യുവാനിയോസ് മെത്രാപ്പൊലിത്തയുടെ വാക്കുകളിൽ, അമ്മയുടെ മുലപ്പാലിന് തുല്യമാണ് സഭാമാതാവ് തൻ്റെ പ്രിയ മക്കൾക്ക് നൽകുന്ന മതബോധനമെന്ന് പറഞ്ഞിട്ടുണ്ട്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ 3ാമത്തെ രൂപത എന്ന നിലയിലും സഭയ്ക്ക് 2 കാതോലിക്ക ബാവമാരെ സംഭാവന ചെയ്ത രൂപത എന്ന നിലയിലും POCക്ക് ശക്തമായ അടിത്തറയിട്ട ഡോക്ടർ ചാക്കോ നരിമറ്റത്തിൽ കോറപ്പിസ്കോപ്പായും ഇപ്പോൾ POCയുടെ പ്രീഫെക്റ്റ് ഓഫ് സ്റ്റഡീസ് ഫാദർ ടോണി കോഴിമണ്ണിലും പ്രതിദാനം ചെയ്യുന്ന ബത്തേരി രൂപതയുടെ വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങൾക്ക് കൂടി ലഭിച്ച അംഗീകാരമാണ്
52 വർഷത്തിലധികമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീമതി എലിസബത്ത് ടീച്ചറിനെ തിരഞ്ഞെടുത്തതിലൂടെ കേരള കത്തോലിക്ക സഭ നൽകിയത്. അതിന് ബത്തേരി രൂപത അധ്യക്ഷനും CBCI വൈസ് പ്രസിഡന്റുമായ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്തയുടെയും ശേഷം ബത്തേരി രൂപതയിലെ എല്ലാ മതാധ്യാപകരുടെയും, പ്രത്യേകിച്ച് ഇവിടെ രൂപതയെ പ്രദാനം ചെയ്തുകൊണ്ട് മതബോധനത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട അബ്രഹാം പിന്നോള അച്ഛനുണ്ട്, കോർഡിനേറ്റർ സിസ്റ്റർ മരിയ SAC ഉണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ മീഡിയയുടെ പ്രവർത്തനങ്ങൾ, സുവാർത്ത എന്ന മീഡിയ അതിൻ്റെ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്ന ശ്രീ റിജിൻ ഇവിടെ സന്നിഹിതരാണ്. ഞങ്ങൾക്കുള്ള ഹൃദ്യമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കാൻ അവസരം ഉപയോഗിക്കുന്നു. ഒപ്പം തന്നെ അവാർഡിന് അർഹരായ എല്ലാ മതാധ്യാപകരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഈ പരിപാടി അതിൽ പ്രത്യേകിച്ച് അഭിനന്ദ പിതാക്കന്മാരെയും പ്രത്യേക ആതിഥേയത്വം വഹിക്കുന്ന നമ്മുടെ വിജയപുരം രൂപതയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. കാരണം ഞാൻ 9 മണിക്കാണ് ഞങ്ങൾ എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ നേരത്തെ തന്നെ എത്തി. അപ്പോൾ വിളിച്ചപ്പോഴത്തേക്ക് അച്ഛന് ഓടിക്കതച്ചെത്തി. കണ്ടപ്പോഴെനിക്ക് വിഷമം തോന്നി. കാരണം വണ്ടിയിൽ നിന്ന് ഇറങ്ങി കിതയ്ക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. വളരെ ദയനീയമായ ഒരു വിഷമം തോന്നി മുഖത്ത് നോക്കിയപ്പോൾ തന്നെ. പക്ഷേ അച്ഛന് ഞങ്ങളെ കെയർ ചെയ്യുന്നതിലും അതുപോലെ തന്നെ ഞങ്ങളെ ഒരു അതിഥികളെ സ്വീകരിക്കുന്ന ആ നല്ല മനോഭാവത്തിലും വേണ്ട കരുതൽ നൽകുന്നതിലും അച്ഛനും ഇവിടെയുള്ള പ്രത്യേകിച്ച് അച്ഛന്മാരൊക്കെ വളരെ ആദരവോടുകൂടി ഞങ്ങളെ സ്വീകരിച്ചത്. പ്രത്യേകിച്ച് വിജയപുരം രൂപതയ്ക്ക് എല്ലാ ഒരു ഇടയനെ കൂടി ദൈവം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. വിജയപുരം രൂപതയ്ക്കും എല്ലാവരും നന്ദിയും കടപ്പാടും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടും KCBCക്ക് പ്രത്യേകമായിട്ടുള്ള പ്രത്യേകിച്ച് അതിൻ്റെ നേതൃത്വം നൽകുന്ന ടോണി അച്ഛൻ അതുപോലെ പാലിക്കപ്പള്ളി അച്ഛനൊക്കെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്ന ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫാദർ. അടുത്തതായി ചങ്ങനാശ്ശേരി കാറ്റഗിസം ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ ആൻഡ്രൂസ് പാണപ്പറമ്പിലിനെ ആശംസാ പ്രസംഗത്തിനായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അഭിവന്ദ്യ സെബാസ്റ്റ്യൻ പിതാവേ, അഭിവന്ദ്യ ജസ്റ്റിൻ പിതാവേ, KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ബഹുമാനപ്പെട്ട ജേക്കബ് പാലക്കാപ്പള്ളി അച്ഛ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മതാധ്യാപകരെ, എവിടെയൊക്കെ മതാധ്യാപകരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴും അവരുമായി ചർച്ച നടത്തുമ്പോഴുമൊക്കെ ആദ്യം ഉയർന്നു വരുന്നത് അച്ഛ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല എന്നുള്ളതാണ്. എല്ലാ കാറ്റഗിസം ഡയറക്ടർമാരും ഈ കാലയളവിൽ കേൾക്കുന്ന ഒരേ പല്ലവിയാണിത്. അച്ഛ എന്തൊക്കെ ചെയ്തിട്ടും അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല, പിള്ളേരെ ഒന്ന് കയ്യിലെടുക്കാൻ പറ്റുന്നില്ല. സ്നേഹമുള്ള മതാധ്യാപകരെ, ഈ വിശ്വാസ പരിശീലന മേഖലയിലെ ക്രൈസിസ് അല്ലെങ്കിൽ ചലഞ്ച് എന്നുള്ളത് അത് ഈ കാലഘട്ടത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയല്ല, എല്ലാ കാലഘട്ടത്തിലും അതുണ്ടായിരുന്നു. 1958 ഇങ്ങനെയൊരു ചലഞ്ച് സംഭവിച്ചപ്പോൾ, ഒരു ക്രൈസിസ് സംഭവിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ മാത്യു നടക്കലച്ചൻ എന്ന ആ മഹനീയ വ്യക്തി ഇറങ്ങി പുറപ്പെട്ടത് ഒരു ഭാഗ്യം തൂക്കി. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ആദ്യത്തെ, ഒരുപക്ഷെ ഭാരതസഭയിലെ തന്നെ ആദ്യത്തെ മുഴുവൻ സമയ മതബോധന ഡയറക്ടർ എന്ന നാമം അച്ഛന് സ്വന്തമാണ്. അച്ഛനിരുന്ന ആ കസേരയിൽ ഇന്നിരിക്കുന്നത് ഞാൻ ഭയത്തോടും വിറയലോടും കൂടിയാണ്. കാരണം തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ ആ ജീവിതകാലം കൊണ്ട് സാധാരണ ഒരു മനുഷ്യന് എത്തിപ്പിടിക്കാനാവാത്ത വിധമുള്ള രീതിയിൽ വിശ്വാസ പരിശീലനത്തെ താത്വികമായും പ്രായോഗികമായും അവതരിപ്പിച്ചു എന്നുള്ളതാണ് നടക്കലച്ചൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അതൊരു ക്രൈസിസിനുള്ള ഉത്തരമായിരുന്നു. എവറി ചലഞ്ച് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുക. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ക്രൈസിസുകളാണ് നമുക്ക് അവസരങ്ങളായി മാറുന്നത്. കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെയാണ്. ഒരു ക്രൈസിസ് പോയിന്റിലാണ് പുതിയവ കണ്ടെത്തുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള മതാധ്യാപകരെ, ഈ 3 മതാധ്യാപകർ ഇന്ന് നമ്മൾ അവരെ പ്രത്യേകമായി ആദരിക്കുകയാണ്. ബഹുമാനപ്പെട്ട എലിസബത്ത് ടീച്ചറും ജോൺ സാറും അനിയും കുഞ്ഞു സാറും ഒക്കെ ആദരിക്കപ്പെടുമ്പോഴും അവരും ഇതേ ക്രൈസിസിലൂടെയൊക്കെ കടന്നുപോയി അതിനെ വിജയിച്ചവരാണ്. അതുകൊണ്ട് തന്നെ നാളെ നിങ്ങൾക്കും ഇതും സാധിക്കും എന്നുള്ളൊരു സൂചനയാണ് ഇന്നത്തെ ഈ അവാർഡ് ദാനത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ KCBCയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നമ്മളുള്ള മതാധ്യാപകരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് വഴിയായി ഏത്
പ്രതിസന്ധിയെയും അതിജീവിക്കാൻ തക്കുമാറി ഇനിയും പുതിയ മതാധ്യാപകരെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശ, പുതിയ അർത്ഥതലങ്ങൾ, പുതിയ സംവേദന വേദികൾ, ശൈലികൾ രൂപീകരിക്കുവാൻ നമുക്ക് സാധിക്കും. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. പ്രത്യേകിച്ച് അനിയ കുഞ്ഞ് സാറ് ദീർഘകാലം ഞങ്ങളുടെ അതിരൂപതയിലെ വിശ്വാസ പരിശീലന മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്നു. അതോടൊപ്പം വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പരിശീലനം കൊടുക്കുവാനും സാറ് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അത്രമാത്രം കാലഘട്ടത്തിനനുസരിച്ച് ദീർഘവീക്ഷണത്തോടെ ഇപ്പോഴും ആനുകാലികമായ രീതിയിൽ വിശ്വാസ പരിശീലനത്തെക്കുറിച്ചുള്ള ചിന്തകൾ പങ്കുവയ്ക്കുവാൻ സാധിക്കുന്ന ഒരു ദീർഘദൃഷ്ടിയുള്ള ആളാണ് ബഹുമാനപ്പെട്ട അനിയ കുഞ്ഞ് സാർ. മറ്റ് മതാധ്യാപകരും അതുപോലെ തന്നെ ശുശ്രൂഷ ചെയ്തവരാണ്. അതുകൊണ്ട് നിങ്ങളെ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നടക്കലച്ചനെ വീണ്ടും വീണ്ടും അനുസ്മരിച്ചുകൊണ്ട് ആ പാത അദ്ദേഹം വെട്ടിത്തെളിച്ച് തന്ന ആ പാതയിലൂടെ ഞങ്ങൾക്ക് ഡയറക്ടർമാർക്കുമൊക്കെ ഒരു വലിയ വെല്ലുവിളിയാണ് നടക്കലച്ചൻ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിത്തന്ന KCBCയോടുള്ള നന്ദി. അതോടൊപ്പം ഇങ്ങനെ ഒരു പ്രൗഢഗംഭീരമായ സദസ്സിൽ വിജയപുരം രൂപതയുടെ മതാധ്യാപകരുടെ മുമ്പിലായിരുന്നു കൊണ്ട് ഇതിൽ പങ്കെടുക്കുവാൻ സാധിച്ചിട്ടുള്ള നന്ദി. ഈ അവാർഡ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അനിയ കുഞ്ഞ് സാറിന് നൽകിയതിലുള്ള അഭിവന്ദ്യ പിതാക്കന്മാരുടെയും മതബോധന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പേരിലുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രിയമുള്ളവരെ, സമയം അതിക്രമിച്ചിരിക്കുന്നതുകൊണ്ട് ജോർജ് അച്ഛന് സംസാരിക്കുന്നില്ല. നടക്കലച്ഛനെക്കുറിച്ചുള്ള അച്ഛൻ്റെ ചിന്തകൾ പങ്കുവയ്ക്കുന്ന, അച്ഛൻ്റെ ജീവചരിത്രം പോലെ ഉൾക്കൊള്ളുന്ന ബുക്ക് അച്ഛന് പിതാവിന് ഓൾറെഡി കൈമാറി കഴിഞ്ഞു. അതുകൊണ്ട് അച്ഛൻ്റെ സാന്നിധ്യത്തിന് KCBCയുടെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. വിജയപുരം രൂപതയുടെയും പേരിൽ ഈ വലിയ പ്രായമുള്ള അവസരത്തിലും കുടുംബത്തെ പ്രതിനിധീകരിച്ച് അച്ഛൻ്റെ സാന്നിധ്യത്തിന് ഒത്തിരി നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സമ്മേളനത്തിന് നന്ദി അർപ്പിക്കുവാനായി KP ജോൺ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഞാൻ മനഃപൂർവ്വമായിട്ട് വാച്ചെടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് സമയം എനിക്കൊരു പ്രശ്നമല്ല എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. വേദിയിലെ ഉപവിഷ്ടരായിരിക്കുന്ന അഭിനന്ദ പിതാവേ, POC ഡയറക്ടർ, മറ്റ് ബഹുമാനപ്പെട്ട വൈദികരെ, സദസ്സിലുള്ള ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, മതാധ്യാപകരെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇതൊരു സന്തോഷത്തിൻ്റെ, അംഗീകാരത്തിൻ്റെ, അതേസമയം ഒരു വിലയിരുത്തലിൻ്റെ മുഹൂർത്തമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ 14 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രബോധനങ്ങൾക്കും ജെറുസലേമിൽ വെച്ച് അംഗീകാരം ലഭിച്ചതിലുള്ള സന്തോഷം പ്രകടമാക്കിയുണ്ടായി. ഇന്ന് ഞങ്ങളുടെ 3 പേരുടെയും സഭയോടുള്ള പ്രതിബദ്ധതയും അർപ്പണത്തോടും തീക്ഷ്ണതയോടുമുള്ള പ്രവർത്തനങ്ങളെയും KCBC അംഗീകരിച്ചു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. സഭയുടെ പ്രിയപ്പെട്ട മക്കളും പ്രബോധകരുമായി അംഗീകരിക്കുന്നതിൽ ഞങ്ങൾ 3 ഏറെ കൃതാർത്ഥരാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ അയക്കപ്പെട്ട ശിഷ്യന്മാർ തിരികെ വന്ന് അവരുടെ സന്തോഷം അവതരിപ്പിച്ചപ്പോൾ യേശുനാഥൻ അവരെ അനുമോദിച്ചു. എന്നാൽ അവർ ശ്രദ്ധിക്കേണ്ട ചില മേഖലകൾ ചൂണ്ടിക്കാട്ടിയുണ്ടായി. ഇതേപോലെ ഇതൊരു വിലയിരുത്തലിൻ്റെയും ശ്രദ്ധിക്കേണ്ട മേഖലകളെ ചൂണ്ടിക്കാണിക്കുന്നതിൻ്റെതുമായ അവസരമായിട്ടുകൂടി ഞങ്ങളിത് കാണുകയാണ്. ഈ അഭിമാന ദിനത്തിന് കാരണമായത് കേരള സഭയും അതിന് നേതൃത്വം വഹിക്കുന്ന KCBCയുമാണ്. അതിൻ്റെ എല്ലാ അഭിമന്യ പിതാക്കന്മാർക്കും ഈ അവസരത്തിൽ സന്തോഷത്തോടെ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം സഭയോടുള്ള തൻ്റെ പ്രതിബദ്ധതയുടെയും കടപ്പാടിൻ്റെയും പ്രതീകമായി ഈ അവാർഡ് ഏർപ്പെടുത്തിയ ബഹുമാനപ്പെട്ട മാത്യു നടക്കലച്ചനെ ആദരപൂർവ്വം അനുസ്മരിക്കുന്നു. സഭയുടെ വിവിധ ശുശ്രൂഷകളിൽ പ്രവർത്തിക്കാൻ അവസരമൊരുക്കിത്തന്ന ഞങ്ങളുടെ രൂപതകളിലെ അഭിമന്യ പിതാക്കന്മാരോടും വിവിധ ശുശ്രൂഷ ഡയറക്ടർമാരോടുമുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ശൈശവം മുതലേ വിശ്വാസത്തിൽ വളർത്തിയ ഞങ്ങളുടെ മാതാപിതാക്കളെയും വിശ്വാസ പരിശീലനം തന്ന ബഹുമാനപ്പെട്ട വികാരിച്ചമാരെയും മതാധ്യാപകരെയും നന്ദിയോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മതാധ്യാപക ജീവിതത്തിൽ
ഞങ്ങൾക്ക് മാർഗനിർദ്ദേശികളായി നിന്ന എല്ലാ വികാരിച്ചന്മാരോടും പ്രധാന അധ്യാപകരോടും സഹ അധ്യാപകരോടുമുള്ള കടപ്പാടും സ്നേഹവും അറിയിക്കട്ടെ. ഞങ്ങളുടെ ഉത്തരവാദിത്വ നിർവഹണത്തിൽ എന്നും പ്രചോദകരും സഹകാരികളുമായി ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ ജീവിത പങ്കാളികളെയും കുടുംബങ്ങളെയും സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ അവാർഡ് ദാനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ജൂറിമാരെയും POC ടീമംഗങ്ങളെയും ഏറെ സ്നേഹത്തോടെ ആദരപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുകയും കേരളസഭയ്ക്ക് വേണ്ടി അവാർഡ് ദാനം നിർവഹിക്കുകയും ചെയ്ത വിജയപുരം രൂപതാധ്യക്ഷൻ, എന്നെ ഏറെ സ്നേഹിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന അഭിയന്ന സെബാസ്റ്റ്യൻ തെക്കത്തശ്ശേരി പിതാവിന് ആദരപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. POC എന്നും കേരള സഭാമക്കളുടെ സ്വകാര്യ അഹങ്കാരമാണ്. KCBCയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരിക്കുകയും POCയുടെ ഡയറക്ടറായിരിക്കുകയും ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ജേക്കബ് പാലക്കപ്പടി അച്ഛനാണ്. KCBCക്ക് വേണ്ടി സന്നിഹിതനാവുകയും യോഗത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുകയും ചെയ്ത അച്ഛന് ബഹുമാനപൂർവ്വം കൃതജ്ഞത അർപ്പിക്കുന്നു. ഈ യോഗത്തിൽ അഭിനന്ദനം അർപ്പിച്ച് സംസാരിച്ച വിജയപുരം രൂപത സഹായമെത്രാൻ, എന്നെ എന്നൊരു ജ്യേഷ്ഠ സഹോദരനായി കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അഭിയന്ത ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ പിതാവിനും സുൽത്താൻ ബത്തേരി ചങ്ങനാശ്ശേരി രൂപതയുടെ മതബോധന ഡയറക്ടർമാർക്കും ഏറെ സന്തോഷത്തോടെ നന്ദി അർപ്പിക്കുന്നു. ഇവിടെ നൽകപ്പെട്ട അവാർഡ് ഈ 3 രൂപതകളിലുമുള്ള മതബോധന ഡയറക്ടർമാർക്കുള്ള അംഗീകാരവും ആദരവുമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ യോഗത്തിൽ സ്വാഗതം അർപ്പിച്ച POC പഠനകാര്യങ്ങളുടെ പ്രീഫെക്റ്റായിരിക്കുന്ന ബഹുമാനപ്പെട്ട ടോണി കോഴിമണ്ണിൽ അച്ഛനും ഇന്നത്തെ യോഗത്തിന് സാങ്കത്യവും പ്രാധാന്യവും വിവരിച്ച് ആമുഖ പ്രഭാഷണം നടത്തിയ വിജയപുരം രൂപതയുടെ മതബോധന ഡയറക്ടർക്കും എന്നെ ഏറെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട വർഗീസ് കൊട്ടക്കാട്ട് അച്ഛനും ഹൃദ്യമായ നന്ദി അർപ്പിക്കുന്നു. നദിയുടെ ഇടവകയിൽ എല്ലാ വൈദികരും എന്നെ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട ബിൽസനച്ഛൻ, സഹവികാരി ജിഫിനച്ഛനെയും ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. അതിനോടൊപ്പം ബത്തേരി സെൻറ്റ് തോമസ് കത്തീഡ്രൽ ഇടവകയിലെ വികാരിയായിരിക്കുന്ന ഫാദർ സെബാസ്റ്റ്യൻ അച്ഛനെയും ഏറെ സ്നേഹത്തോടും ആദരപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ സ്വന്തം കുടുംബാംഗങ്ങളായ വൈദികർക്കും സിസ്റ്റേഴ്സിനും ഇത് സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ദിനമാണ്. ഇവർക്കെല്ലാവർക്കും വേണ്ടി ആദരപൂർവ്വം ഈ യോഗത്തിന് നന്ദി അർപ്പിക്കട്ടെ. ഡാൻസിലൂടെ ദൈവിക ചിന്ത ഉണർത്തി പ്രാർത്ഥനയുടെ അന്തരീക്ഷം സൃഷ്ടിച്ച എൻ്റെ സ്വന്തം ഇടവകയായ കോട്ടന്നലിയുടെ ഇടവകയിലെ കുഞ്ഞുമക്കൾക്കും ഇടവകയിലെ സംഗീത സാന്ദ്രമാക്കിയ സിസ്റ്റർ മേരി ജൂലിയയ്ക്കും നന്ദി അർപ്പിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്നതിൻ്റെ പ്രകടനമായി കേരളസഭയുടെ പ്രതിനിധികളായി ബഹുമാനപ്പെട്ട വൈദികരും സന്യസ്തരും വിശ്വാസ സമൂഹവും മതബോധന അധ്യാപകരും സന്നിഹിതരായിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളും മനോഹരമാക്കിയതിൻ്റെ പിന്നിൽ ദിവസങ്ങളായി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന കത്തീഡ്രൽ റെക്ടർ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പൂത്തെങ്കിലും പാസ്റ്റർ സെൻട്രൽ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഹിലരി തെക്കക്കുറ്റച്ഛനും സിസ്റ്റേഴ്സും ടീം അംഗങ്ങൾക്കും അവർക്ക് ഞങ്ങളോടുള്ള സ്നേഹമാണ് അവരുടെ അധ്വാനത്തിന് പിന്നിലുള്ളത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇവരോടുള്ള അഹീതമായ നന്ദിയും സ്നേഹവും കുറിച്ചുകൊള്ളട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ടും പ്രിയേക ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.